സമയം 9 മണിയായി. 9 മണി PM. ഞങ്ങൾ എൻ്റെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ദേ കിടക്കും. ഇതാണ് കഥ. കഥ ഇവിടെ തുടരുകയാണ്. അങ്ങനെ ആ ദിവസം അഗതമായിരിക്കുകയാണ് ഗൈസ്. അതെ, ഞങ്ങൾ പോവുകയാണ്. പ്രസവിക്കാൻ പേടിയുണ്ടോന്നെ? പേടിയില്ലേ? എനിക്ക് നല്ല പേടിയുണ്ട്. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കും. വേണ്ട പോവാണ്. പെട്ടിയൊക്കെ ഉണ്ട്. പിന്നെ ഇതുപോലെ നിന്റെ നെഞ്ചത്തോട്ട് വെച്ചേരും, സ്കിൻ ടു സ്കിൻ അല്ലേ? അപ്പൻ്റെ നെഞ്ചത്തിട്ടും വെക്കും ആദ്യം അല്ലേ? അതുകൊണ്ട് ഇവിടെ അപ്പൻ്റെ നെഞ്ചത്തിട്ട് ഇതുപോലെ എൻ്റെ നെഞ്ചത്തോട്ട് വെക്കും. അടിപൊളി അല്ലേ? നാട്ടിലുണ്ട് ഇതുപോലെ ഉണ്ടാവൂലേ? സമയം 9 മണിയായി. 9 മണി PM. ഞങ്ങൾ എൻ്റെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ദേ കിടക്കും. ഇതാണ് കഥ. കഥ ഇവിടെ തുടരുകയാണ്. അതെ, തുടങ്ങുകയാണ്. നില കല്യാണിയുടെ കഥ ഇവിടെ തുടരും. മിഷൻ നില അല്ലേ? നില നീ കണ്ടോ? നിന്റെ ഹെയർ ബിറ്റ് ഇവിടെ പടപടാന്ന് കേൾക്കുന്നുണ്ടോ? കണ്ടോ? ഞങ്ങളിത് കേട്ടോണ്ട് മാത്രം കിടക്കാം. ഇത് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. 8 മാസം 9 മാസമായിട്ടല്ലേ? ഇത് മാത്രമാണ് നീ. ഇന്ന് നിന്നെ കാണും. അതെ, ഞങ്ങൾ രാവിലെ തൊട്ട് ഇവിടെ ആണ്. വന്നു, വീട്ടിൽ പോയി, തിരിച്ചു വന്നു. ഇപ്പൊ ഇവിടെ നിന്റെ വെയിറ്റ് ചെയ്ത് കിടക്കുക. അതെ, നാളെ നമ്മുടെ വെയിറ്റിംഗ്, കുറേ നാളത്തെ വെയിറ്റിംഗ്. മാർച്ച് 14, 26 വരുമെന്ന് പറഞ്ഞതാണ്. അതെ, മാർച്ച് 26 പറഞ്ഞാണ്. 26 ആണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ബർത്ത്ഡേ ആഘോഷിക്കാൻ എന്ന് വിചാരിച്ചൊക്കെ ഇരുന്നാണ്. നീ എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ച് നീ ഇന്ന് ചാടി. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കാം കേട്ടോ. പെട്ടെന്ന് വായോ, ഞങ്ങൾ വെളിയിലുണ്ട്. ഒന്ന് നമുക്ക് അടിച്ചു പൊളിക്കാം കേട്ടോ. എല്ലാവരും ഉണ്ട് വെളിയിൽ. എല്ലാവരും നിന്നെ കാണാൻ വെയിറ്റ് ചെയ്ത് കുറേ പേരുണ്ട്. അപ്പം വായോ, കുറേ പേര് നാട്ടിൽ നിന്നെ മിസ് ചെയ്ത് ഇപ്പുണ്ട് നിന്നെ കാണാൻ വേണ്ടി. അപ്പം അങ്ങനെ നമുക്ക് കാണാം നാളെ കേട്ടോ.